എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ മെയ് 18 തീയതി ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കപ്പെട്ടു. ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ഒരു മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയിലാണ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് ആലപിക്കപ്പെടുന്നത്. എന്നാൽ 11 ദിവസത്തിനുള്ളിൽ അതേ സർക്കാർ നിയമസഭയിൽ ആദ്യ 2 വരി മാത്രം മതി എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഗവർണർ അദ്ദേഹത്തിൻ്റെ അതൃപ്തി അറിയിക്കുന്നു. മുഖ്യമന്ത്രി അത് നിയമപരമായി നിർബന്ധമല്ല എന്ന് ന്യായീകരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്വാതന്ത്ര്യദിനം എത്തുമ്പോൾ അതിന് ഒരാഴ്ച മുൻപ് അതേ സർക്കാരിൻ്റെ തന്നെ ചീഫ് സെക്രട്ടറി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു മാർഗനിർദ്ദേശം അതേപടി പിന്തുടരണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താണ് എന്ന് ചോദിച്ചാൽ, വന്ദേ മാതരം എങ്ങനെ പാടാനാണോ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്, അതായത് പൂർണ്ണ രൂപത്തിൽ 6 സ്റ്റാൻസുകളടക്കം, അത് അതേപോലെ തന്നെ എല്ലാ ചടങ്ങുകളിലും പാടിയിരിക്കണം എന്നുള്ളതാണ് ഈ നിർദ്ദേശം. അതായത് 3 മാസത്തിനുള്ളിൽ 3 നിലപാട്. ആദ്യം വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നു, പിന്നീട് അത് പാടേണ്ടതില്ല എന്ന് പറയുന്നു, ഇപ്പോൾ വീണ്ടും പാടിക്കൊള്ളാനായിട്ട് പറയുന്നു. ഇത് നയമല്ല, മറിച്ച് നയവ്യതിയാനമാണ്, യു ടേൺ ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് മുന്നിൽ വളഞ്ഞ ഒരു സർക്കാരിൻ്റെ യു ടേൺ ആവർത്തനമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാപട്യത്തിൻ്റെ പൂർണ്ണ ചിത്രമാണ് പരിശോധിക്കുന്നത്. നോക്കാം. ശ്രീ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഗവർണറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൽ നിന്ന് സത്യവാചകം ഏറ്റുപറഞ്ഞ് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന സമയത്ത് LDF നിന്നും UDF ഘടകകക്ഷികളിൽ നിന്നും ശക്തമായിട്ടുള്ള വിമർശനമാണ് വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം ആലപിച്ചതിനെക്കുറിച്ച് ഉയർന്നത്. തുടർന്നാണ് 29 തീയതി മെയ് മാസം 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ തന്നെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മുൻപും ശേഷവും പോലീസിൻ്റെ ബാൻഡ് വന്ദേ മാതരത്തിൻ്റെ ആദ്യ 2 സ്റ്റാൻസുകൾ മാത്രം വായിച്ചത്. ഗവർണർ ശ്രീ രാജേന്ദ്ര ആർലേക്കർ ഇതൊരു പ്രോട്ടോകോൾ ലംഘനമായിട്ട് പിന്നീട് പരസ്യമായിട്ട് പ്രതികരിച്ചു. തൻ്റെ ഓഫീസ് നേരത്തെ തന്നെ വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണ രൂപം വേണമെന്ന് വ്യക്തമായി ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നും എന്നാൽ അത് നടപ്പാക്കിയില്ല എന്നുമാണ് അദ്ദേഹം ആരോപിച്ചത്. മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഇതിന് മറുപടിയായി പറഞ്ഞത്, പാർലമെൻറ്റ് പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമപ്രകാരവും വന്ദേ മാതരത്തിൻ്റെ പൂർണ്ണമായ 6 സ്റ്റാൻസുകളും പാടിയിരിക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല എന്നാണ്. അത് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന ഫെബ്രുവരി മാസത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു മാർഗനിർദ്ദേശം മാത്രമാണ്, അത് നിയമമല്ല. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായി വായിക്കണം അല്ലെങ്കിൽ പാടണം എന്ന് നിർബന്ധമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഈ ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും ചീഫ് സെക്രട്ടറി തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നൽകിയിരിക്കുന്ന കത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ വന്ദേ മാതരം പൂർണ്ണ രൂപത്തിൽ പാടിയിരിക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് തന്നെയായിരിക്കണം അത് പാടുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 സ്റ്റാൻസുകളും പൂർണ്ണമായിട്ട് പാടിയിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ചോദിക്കേണ്ടുന്ന ചോദ്യം വളരെ ലളിതമാണ്. വന്ദേ മാതരം നിർബന്ധമല്ല എന്ന് നിയമസഭയിൽ പറഞ്ഞ സർക്കാർ എന്തുകൊണ്ടാണ് 3 മാസത്തിനുള്ളിൽ അതേ നിർബന്ധമല്ലാത്ത കാര്യം ഒരു കർശന നിർദ്ദേശമാക്കി മാറ്റുന്നത്? ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കണം. ഈ ജൂലൈ മാസം അവസാനം കേന്ദ്ര സർക്കാർ ഒരു നിയമം ഭേദഗതി ചെയ്തിരുന്നു. നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ദേശീയ പതാക, അതേപോലെ ദേശീയ ഗാനം, അതിനെ ബഹുമാനിക്കാത്ത ആൾക്കാർക്ക് ശിക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന നിയമത്തിനെ പരിഷ്കരിച്ച് അതിൽ ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള സ്ഥാനം ദേശീയ ഗീതത്തിനുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ദേശീയ ഗാനത്തിനെ അവഹേളിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ എന്ത് തരത്തിലുള്ള ശിക്ഷാ നടപടികളാണോ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരത്തിനെ തടസ്സപ്പെടുത്തിയാലും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക, ഈ ഗാനത്തിനെ അപമാനിക്കുകയോ അതിൻ്റെ ആലാപനം തടസ്സപ്പെടുത്തുകയോ ചെയ്താലാണ് ശിക്ഷാ നടപടികൾ. പക്ഷേ ഈ നിയമ ഭേദഗതിയിലും വന്ദേ മാതരത്തിൻ്റെ 6 സ്റ്റാൻസുകളും നിർബന്ധമായി പാടിയിരിക്കണം എന്ന് ഒരിടത്തും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമ ഭേദഗതിയിൽ അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് വന്ദേ മാതരം എന്ന ഗാനം അത് അപമാനിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ അത് നിർബന്ധമായി പാടിയിരിക്കണമെന്നോ എല്ലാവരും പാടിയിരിക്കണമെന്നോ പാടിയില്ല എങ്കിൽ എന്തെങ്കിലും ശിക്ഷയുണ്ട് എന്നോ പാടുന്ന സമയത്ത് മൗനമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് എന്നോ ഒന്നും തന്നെ അത് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ശ്രീ വി ഡി സതീശൻ്റെ നേരത്തെയുള്ള വാദം നോക്കിക്കഴിഞ്ഞാൽ, അതായത് നിയമത്തിൻ്റെ പിൻബലമൊന്നും തന്നെ ഇത് പൂർണ്ണമായി പാടിയിരിക്കണം എന്നുള്ളതിനില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. അങ്ങനെ പുതിയ നിയമ ഭേദഗതി വഴി വന്ദേ മാതരത്തിൻ്റെ ആലാപനം എന്നത് നിർബന്ധിതമാക്കിയിട്ടില്ല. ഇനി അത് കംപ്ലൈ ചെയ്തില്ല എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പീനൽ പ്രൊവിഷൻസ് ഉണ്ട് എന്നും പറയുന്നില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറി ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ ഈ തദ്ദേശ ഭരണ വകുപ്പിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് സർക്കാർ വിശദീകരിക്കേണ്ടത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ N. ഷംസുദ്ദീൻ ഒരു ന്യായീകരണം നടത്തി. പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹത്തിനോട് മാധ്യമപ്രവർത്തകർ ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഗവർണറുടെ ഓഫീസിൽ നിന്ന്, അതായത് ലോക് ഭവനിൽ നിന്ന് ഒരു നിർദ്ദേശം ചീഫ് സെക്രട്ടറിക്ക് കിട്ടുകയും
ചീഫ് സെക്രട്ടറി അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയും ചെയ്തു എന്നാണ്. എന്നാൽ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും അങ്ങനെയല്ല ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ആരാണ് ഇത് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ലോക് ഭവൻ്റെ പേര് പരാമർശിക്കുന്നതേയില്ല, മറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമാണ് എന്ന് അതിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി എഴുതിയിട്ടുമുണ്ട്. അതായത് ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ തന്നെ പറയുന്നത് പ്രകാരം ഈ കഴിഞ്ഞ മാസം ജൂലൈ മാസം 14-ാം തീയതി കേന്ദ്ര സർക്കാരിൻ്റെ സാംസ്കാരിക മന്ത്രാലയമാണ് ചീഫ് സെക്രട്ടറിക്ക് ഇതുമായി ബന്ധപ്പെട്ട കത്തയക്കുന്നത്. അതല്ലാതെ അത് ലോക് ഭവനിൽ നിന്നുള്ള ഒരു നിർദ്ദേശമേ അല്ല. ചുരുക്കി പറഞ്ഞാൽ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ ഇതുമായി ബന്ധപ്പെട്ട് സത്യമല്ല പറഞ്ഞിരിക്കുന്നത്, അതൊരു നുണയാണ്. ഇത്തരത്തിലുള്ള നുണ അല്ലെങ്കിൽ യു ടേൺ ഈ സർക്കാരിൻ്റെ കാലത്ത് ചുരുങ്ങിയ സമയമേ ആയിട്ടുള്ളൂവെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി UDF സർക്കാരിൻ്റെ ഭരണത്തിൽ ഇതേ പാറ്റേൺ തന്നെ ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. PM ശ്രീ പദ്ധതിയിൽ നിലപാട് മാറ്റിയത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. മദ്യവിരുദ്ധ നിലപാട് പ്രഖ്യാപിച്ചിട്ട് ഈ ബജറ്റ് വരുന്ന സമയത്ത് ഈ ലോ ആൽക്കഹോൾ ബെവറേജസിൻ്റെ നികുതി വെട്ടിക്കുറയ്ക്കുകയും അത് കൂടുതലായിട്ട് ഇവിടെ ലഭ്യമാക്കുകയും ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ മുന്നിലേക്ക് വയ്ക്കുന്നു. കോൺഗ്രസ് നേതാവ് ശ്രീ VM സുധീരൻ അടക്കമുള്ള ആൾക്കാർ ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ് എന്ന് മുഖ്യമന്ത്രിക്ക് കത്തെഴുതുകയും പരസ്യമായിട്ട് അതിനെക്കുറിച്ച് വിമർശിച്ച് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതേ ബജറ്റിൽ തന്നെ തീരദേശ ധാതുമണൽ ഖനനം സ്വകാര്യ നിക്ഷേപത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു പദ്ധതി ഉണ്ടാക്കി അതിനെയും ശ്രീ സുധീരൻ എതിർത്തതാണ്. അതും UDFൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടുകൾക്ക് വിരുദ്ധമാണ്. പിന്നീട് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ ഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടി 10,000 കോടി രൂപ ചെലവാക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അവർക്ക് ലാൻഡ് ഉടനെ തന്നെ അലോക്കേറ്റ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു. അത് ടാറ്റ ഗ്രൂപ്പ് നിഷേധിച്ചപ്പോൾ അതിലും നമുക്ക് യു ടേൺ അടിക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. ഏറ്റവും അവസാനം ഇവിടെ ഒരു ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ട് നേരത്തെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നോ പറഞ്ഞിരുന്നത് ആ കാര്യങ്ങൾക്കെല്ലാം തന്നെ യു ടേൺ അടിക്കുന്നത് നമ്മൾ കണ്ടു. മുമ്പ് ഹെലികോപ്റ്റർ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പഴയ മുഖ്യമന്ത്രിയെ താൻ വിമർശിച്ചിട്ടില്ല എന്ന് ശ്രീ VD സതീശൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നതും നമ്മൾ കണ്ടതാണ്. ഇത് കൂടാതെ വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ബസ്സുകളിലാണ് ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ പാർഷ്യൽ യു ടേണുകൾ നമ്മളിപ്പോൾ കാണുന്നതുമുണ്ട്. അതായത് ഇതിൻ്റെ പാറ്റേൺ സിമിലറാണ്. ആദ്യം ഒരു പ്രഖ്യാപനം നടത്തുന്നു, പിന്നീട് അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതിനെ പാർഷ്യലായി മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പിന്നീട് അതിനെക്കുറിച്ച് വിശദീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ മെക്കാനിസം ഒന്നാകെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് യു ടേൺ അല്ലെങ്കിൽ ഹിപ്പോക്രസി എന്നൊക്കെ തന്നെയാണ് പറയുക. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടത്താപ്പ്. സത്യത്തിൽ നമ്മുടെ ഭരണഘടനാ അസംബ്ലി തന്നെയാണ് ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തിനെ അംഗീകരിച്ചത്. ജനഗണമനയ്ക്കുള്ള പ്രാധാന്യത്തിന് തുല്യമായിട്ടുള്ള പദവി തന്നെയാണ് ഈ ഗാനത്തിനും കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞിരുന്നു. ഇതിലേതെങ്കിലും തരത്തിലുള്ള വർഗീയതയോ വിഭജനമോ ഒന്നും തന്നെ അജണ്ടയായിട്ടില്ല. നമുക്കറിയാം, ആദ്യമായി കോൺഗ്രസിൻ്റെ ഒരു സമ്മേളനത്തിൽ ഈ ഗാനം പാടുന്നത് രവീന്ദ്രനാഥ് ടാഗോറാണ് 1896. അതിനുശേഷം 30-40 വർഷം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ബ്രിട്ടനെതിരെ ഈ ഗാനത്തിനെ ദേശീയ വികാരം ഉയർത്തുന്നതിന് വേണ്ടി ആലപിച്ചിരുന്നു, ഒന്നിച്ചാലപിച്ചിരുന്നു. ബരിസാൾ പോലെയുള്ള മേഖലകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ബ്രിട്ടനെതിരെ ഇത് പാടിയിരുന്നു. അപ്പോഴെല്ലാം തന്നെ കടുത്ത നടപടികളാണ് ബ്രിട്ടൻ സ്വീകരിച്ചിരുന്നത്. ആ സമയത്തൊന്നും തന്നെ ഒരു തരത്തിലുള്ള വിയോജിപ്പും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയും അത്തരത്തിലുള്ള ആരോപണങ്ങളും ഒന്നും തന്നെ മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നില്ല. തന്നെയുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിങ്ങൾ അടക്കമാണ് ബരിസാളിലും മറ്റും ഈ ഗാനം പാടിയിരുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള വിഭജന അജണ്ടയും ഈ ഗാനം മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് ആരും ചിന്തിച്ചിരുന്നു തന്നെയില്ല. അവസാനം അതുമായി ബന്ധപ്പെട്ട ചില കുത്തിത്തിരിപ്പ് അന്നത്തെ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നീട് മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് സത്യത്തിൽ 1937 ഇതിൻ്റെ ആദ്യത്തെ പ്രകൃതി വർണ്ണനയുള്ള 2 സ്റ്റാൻസ് മാത്രം നമുക്ക് സ്വീകരിക്കാം, ബാക്കിയുള്ള ഭാഗം വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. സത്യത്തിൽ പ്രകൃതി വർണ്ണനയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല ബ്രിട്ടൻ ഈ ഗാനത്തിനെ നിരോധിച്ചിരുന്നത്, മറിച്ച് ഭാരതാംബയെ അതിൻ്റെ എല്ലാവിധ ശക്തിയോടും അതിൻ്റെ എല്ലാവിധ പവിത്രതയോടും കൂടി അവതരിപ്പിച്ച ബാക്കിയുള്ള വരികളാണ്. നമ്മുടെ ധിഷണ ശക്തിയെക്കുറിച്ച്, നമ്മുടെ കായിക ശക്തിയെക്കുറിച്ച്, നമ്മുടെ ആയോധന മികവിനെക്കുറിച്ച് ഒക്കെ തന്നെ പറഞ്ഞിരുന്ന ബാക്കിയുള്ള വരികളാണ്. അതുകൊണ്ട് തന്നെ ആ ഗാനത്തിന് പ്രത്യേകിച്ച് 150-ാം വാർഷികമാകുന്ന സമയത്ത് പൂർണ്ണമായി റെസ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടായിട്ട് വേണം നമ്മളതിനെ കാണാൻ. അതല്ലാതെ അതിനെ RSS അജണ്ട എന്നൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. കാരണം RSS രൂപീകരിക്കപ്പെടുന്നതിനും എത്രയോ മുൻപാണ് ഈ ഗാനം എഴുതപ്പെട്ടത്. കോൺഗ്രസ് തന്നെ അത് പാടിയിരുന്നത്. ആ പാട്ട് ഒഫീഷ്യലായിട്ട് പാടി തുടങ്ങിയതിന് ശേഷം ഏതാണ്ട് 30 വർഷം കഴിയുമ്പോഴാണ് RSS രൂപീകരിക്കപ്പെടുന്നത് എന്നത് തന്നെ ഓർത്തു നോക്കുക. മൗലാന അബുൽ കലാം ആസാദ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് ഈ ഗാനം വ്യാപകമായിട്ട് അതിൻ്റെ പൂർണ്ണ രീതിയിൽ തന്നെ പാടുന്നുണ്ടായിരുന്നു. നിരവധി മുസ്ലിങ്ങൾ ഈ ഗാനത്തിനെ ട്രങ്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ എതിർത്തിരുന്നതുമാണ്.
മതപരമായിട്ടുള്ള കാരണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് അന്നൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് എങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾക്കോ മതപണ്ഡിതന്മാർക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഈ ഗാനം ആലപിക്കുന്നത് വഴി ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ സത്യത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് കേരള സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ചാണ്. ഇന്നലെ ഒരു നിലപാട്, ഇന്നൊരു നിലപാട്, നാളെ ഒരു നിലപാട്, മറ്റന്നാൾ വേറൊരു നിലപാട് എന്ന രീതിയിലത്തേക്ക് തരാതരം ചാടിക്കളിക്കുന്ന ഒരു രീതി ഈ സർക്കാർ അവസാനിപ്പിക്കേണ്ടതാണ്. അത് ഈ ഭരണത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ബാധിക്കുന്നുണ്ട്. ഒരു പോളിസിയിൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണമല്ല നടക്കുന്നത്. മറിച്ച് ഓരോ ദിവസത്തെയും അന്നത്തെ സാഹചര്യം നോക്കി, അന്നത്തെ സമ്മർദ്ദം എന്താണ് എന്ന് നോക്കി നിലപാട് ക്രമീകരിക്കുക എന്നുള്ള ഒരു വളരെ ഓക്വേർഡായിട്ടുള്ള ഒരു രീതിയാണ് ഈ സർക്കാരിന് എന്ന് തോന്നിപ്പോകും. വന്ദേമാതരം പൂർണ്ണമായി പാടാനുള്ള ഇപ്പോഴത്തെ നിർദ്ദേശം തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. അത് ഗവർണറുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും UDF സർക്കാർ അതിലൊരു നയം മാറ്റം വരുത്തുന്നതും ഈ ഗാനം പൂർണ്ണമായി ആലപിക്കണം എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതും നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് നാളെ ഇവരിത് മാറ്റില്ല എന്നർത്ഥമില്ല. ഒരുപക്ഷെ വീണ്ടും മറ്റൊരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രതിപക്ഷത്തിൻ്റെ വിമർശനവും മുസ്ലിം ലീഗ് പോലെയുള്ള ഘടകകക്ഷികളുടെ സമ്മർദ്ദവും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ സർക്കുലറിനെയും ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ ഇത് നിർബന്ധമല്ല എന്ന് പറയും, ഇങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ തന്നെ ശ്രീ N. ഷംസുദ്ദീൻ പറയുന്ന ഗവർണറാണ് ആവശ്യപ്പെട്ടത് എന്നൊക്കെയുള്ള വാദം വീണ്ടും ഇറക്കുകയും ചെയ്യും. അതൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ആലോചിച്ച് നോക്കേണ്ടത്, ഗവർണർ പറഞ്ഞാൽ അത് അതേപടി ചെയ്യാനിരിക്കുന്ന സർക്കാരല്ല ഇത് എന്നുള്ളതാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ആ ഗാനം പൂർണ്ണമായിട്ടും പാടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലൂടെ ഈ സർക്കാർ തന്നെ തെളിയിച്ചത്. പക്ഷേ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1 മാസമോ 2 മാസമോ ഒക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും വന്നിട്ട് ഗവർണർ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ഷംസുദ്ദീൻ താങ്കൾ കാണിക്കുന്നത് കാപട്യമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് ഇറക്കിയിരിക്കുന്ന, അതിനെ നിർബന്ധിതമാക്കിയിരിക്കുന്ന ഈ സർക്കുലർ പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല. കാരണം ചിലപ്പോൾ ഈ സർക്കാർ ഇതും മാറ്റാനോ പിൻവലിക്കാനോ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ന്യായീകരണം പറഞ്ഞ് ഇതിനെ ഡിഫെൻഡ് ചെയ്യാനോ ഒക്കെ തന്നെ ശ്രമിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും വന്ദേമാതരം പൂർണ്ണമായി ജനങ്ങൾ പാടട്ടെ. കഴിഞ്ഞ തലമുറകളിൽ ദേശീയ ബോധം ജ്വലിപ്പിച്ച ആ ഗാനം വരും തലമുറകളിലും അതേ ദേശീയ ബോധം ഒരല്പം പോലും വ്യത്യാസമില്ലാതെ ജനിപ്പിക്കുന്നതിനും ആളിക്കത്തിക്കുന്നതിനും കാലാതിവർത്തിയായി തന്നെ തുടരട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വന്ദേമാതരം. ജയ് ഹിന്ദ്.